എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് അന്തർജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വെബിനാറിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പെൺകുട്ടികൾ ഋതുവാകുമ്പോൾ ചെയ്യേണ്ട ചടങ്ങ് വരെയാണ്. ഋതുവാകുമ്പോൾ ചെയ്യേണ്ട ചടങ്ങുകൾ ഗീത പ്രബന്ധ അവതരണത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി കുറച്ചൊക്കെ. പക്ഷെ മധ്യകേരളത്തിലെ ചടങ്ങുകൾക്ക് കുറച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് അവിടെ തുടങ്ങി പിന്നെ അയിനുവിന്റെയും കുടിവെപ്പിന്റെയും ചടങ്ങുകളും കൂടി പറയാമെന്നാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയും പറയാമെന്നാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. പെൺകിടാവ് ഋതുമതി ആവുമ്പോഴുള്ള ചടങ്ങുകള് ഇപ്പൊ വിധി പോലെ നടത്തിക്കൊണ്ടുവരാൻ നാട്ടിൻപുറങ്ങളിലുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ പട്ടണങ്ങളിലും ഫ്ലാറ്റുകളിലും ഒക്കെ താമസിക്കുന്നവരുടെ കാര്യം പറയാനുമില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോവാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. നമുക്കത് ആദ്യം പറയാം. പെൺകുട്ടി ഋതുവായാൽ അടിയാത്തികൾ ചേർന്ന് കുരവയിടുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ്. അതിനുശേഷം ഇണങ്ങര് വന്ന് കുട്ടിക്ക് കിടക്കാനുള്ള അറയില് ഒരാൾക്ക് കിടക്കാൻ പാകത്തിന് നീളത്തില് അരിമാവ് കൊണ്ട് അണിഞ്ഞ് നെല്ലും അരിയും വളയ്ക്കണം. ഒരു അലക്കിയ പുടവ കിഴക്കോട്ട് തുമ്പാക്കി അണിഞ്ഞ സ്ഥലത്ത് വിരിക്കണം. ട്യൂഷനിൽ വെച്ച് അതില് ചൊട്ടയോട് കൂടിയിട്ടുള്ള ഒരു നിറപറ, അരി നിറച്ച ഇടങ്ങഴി, നെല്ല് നിറച്ച നാഴി ഇതെല്ലാം വെക്കണം. തൂശനിലയിലാണ് ഇത് വെക്കേണ്ടത്. അഷ്ടമംഗല്യവും വെക്കണം. പിന്നെ ചുമരില് ചിത്രങ്ങള് അരിമാവ് കൊണ്ട് തന്നെ നിറപറ, നിലവിളക്ക്, അഷ്ടമംഗല്യം, പഴയ ആഭരണങ്ങള് ഇവയുടെയൊക്കെ ചിത്രങ്ങള് അണിയാറുണ്ട്. ഇത്രയും ഒരുക്കങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുട്ടി കോടി അലക്കിയത് കൊടുത്ത്, ചില സ്ഥലങ്ങളില് കുട്ടിയെ അടിയാത്തി കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുവരാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പതിവില്ല. ഋതുവായാൽ പിന്നെ കുളിക്കുകയോ കണ്ണെഴുതുക, കുറിയിടുക മുതലായവ ചെയ്യാറോ പതിവില്ല. കുളിപ്പിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ കുളിപ്പിച്ചു കൊണ്ടുവരിക. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കോടി അലക്കിയത് കൊടുത്ത് കുട്ടി കയ്യ് കൊടന്നയായിട്ട് കാണിച്ച് ഈ അണിഞ്ഞ സ്ഥലത്ത് കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ അമ്മ ഒരു പാത്രത്തില് അരിയെടുത്ത് അത് കുടന്നയായിട്ട് കുട്ടിയുടെ കയ്യില് 3 പ്രാവശ്യമായിട്ട് നിറച്ചു കൊടുക്കും. പടിഞ്ഞാറ് ഭാഗത്ത് ആ വിരിപ്പിൽ ചവിട്ടാതെ കുട്ടി അവിടെ മുട്ടുകുത്തി നിന്ന് അങ്ങനെ തന്നെ കിഴക്ക് ഭാഗം വരെ ചെന്ന് ഈ കയ്യിലുള്ള അരി തലയ്ക്കലായിട്ട് ചുരിയും. അതിനുശേഷം വലതുവശം തിരിഞ്ഞ് കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റിരിക്കാം. എഴുന്നേറ്റിരുന്ന് കഴിയുമ്പോൾ അടിയാത്തി വന്ന് ചെയ്യുന്ന ചടങ്ങ് പഴുപ്പിടുക എന്നതാണ്. അതായത് അരി, നെല്ല്, പച്ചമഞ്ഞള്, ഇഞ്ച ഇതെല്ലാം ഓരോ കഷ്ണം എടുത്ത് കോവലിന്റെ ഇലയില് പൊതിഞ്ഞ് കുട്ടി വിളക്കിനെയും കുട്ടിയെയും കൂടി ഒഴിഞ്ഞ് കുട്ടിയുടെ കാലിന്റെ അടിയിലേക്ക് ഇടുക. ഇതാണ് പഴുപ്പിടുക എന്ന് പറയുന്നത്. ഋതുമതി ആവുന്നത് വിവാഹശേഷമാണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് അത് അത്ഭുതമുള്ളൂ, പഴയ കാലത്ത് അതിന് അത്ഭുതമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കോവലിന്റെ ഇലയല്ല, മുല്ലയുടെ ഇലയാണ് ഉപയോഗിക്കുക. പിന്നീട് തുടർന്നുള്ള 3 ദിവസങ്ങളിൽ കുട്ടി മുറിക്ക് പുറത്തിറങ്ങാറില്ല. സാധാരണയായിട്ട് ആരെയും തൊടാറുമില്ല. ആ മുറിക്കകത്ത് തന്നെ കഴിച്ചു കൂട്ടണം. അങ്ങനെ വരുമ്പോൾ അടിയാത്തി കുട്ടിയുടെ സഹായത്തിനായിട്ട് എപ്പോഴും കുട്ടിയോടൊപ്പം ഉണ്ടാവണം. ഒട്ടിരിക്കുക എന്നാണ് ഇതിന് പറയുക. എല്ലാ ദിവസവും ഈ 3 ദിവസവും സന്ധ്യയ്ക്ക് കുട്ടിയെ അന്തി ഒഴിയേണ്ടത് അടിയാത്തിയുടെ ചുമതലയാണ്. 3-ാം ദിവസം വൈകുന്നേരം പാൽക്കഞ്ഞി കുടിക്കണം. വിളക്കും ഗണപതിയും വെച്ച് ഉപസ്തരിച്ച് പാൽക്കഞ്ഞി വിളമ്പി വീണ്ടും ഉപസ്തരിച്ച് ഇണങ്ങരോടൊപ്പം ഇരുന്നാണ് പാൽക്കഞ്ഞി കുടിക്കേണ്ടത്. അതും ഒരു വാഴയുടെ പോള വട്ടത്തില് തട പോലെ ഉണ്ടാക്കി പച്ചീർക്കിലോട്ട് കുത്തി ഉറപ്പിച്ച് അതിലൊരു വാട്ടിയ ഇല വെച്ച് അതിലാണ് പാൽക്കഞ്ഞി വിളമ്പുക. പച്ചപ്ലാവിലോണ്ട് അത് കുടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് അന്നത്തെ അന്തിയൊഴിയൽ നടത്തുക.
ഇനി 4-ാം ദിവസം രാവിലെ അത് മണ്ണാത്തി 2 അലക്കിയ മുണ്ടുകൾ കൊണ്ടുവരും. അതിലൊരെണ്ണം ഉടുത്ത് കുളിക്കാനുള്ള പുറപ്പാടാണ്. പിന്നെ എല്ലാവരും മംഗല്യ സ്ത്രീകളെല്ലാവരും വിളക്കവും അഷ്ടമംഗല്യവുമായി കുട്ടിയുടെ മുൻപിലും കുട്ടി അതിന്റെ പിന്നാലെ എല്ലാ മംഗല്യ സ്ത്രീകളോടും കൂടി ആ കൊരവയൊക്കെ ആയിട്ട് കുളത്തിലേക്ക് കൊണ്ടുപോയി അടിയാത്തി ആണ് കുളിപ്പിക്കുക. അത് കുളിക്കാനുള്ള സംരംഭങ്ങളൊക്കെ അതിന് വേണ്ട വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെക്കുക അടിയാത്തിയുടെ ചുമതലയാണ്. തുള്ളിനീർ വീഴ്ത്തി കുളിക്കുക, അതാണ് അതിന്റെ ചടങ്ങ്. കുട്ടി മുങ്ങിയതിന് ശേഷം ആദ്യത്തെ 3 തുള്ളിനീര് അടിയാത്തി വീഴ്ത്തി കൊടുക്കും. അത് കഴിഞ്ഞാൽ മാറ്റുകൊടുത്തത് മാറ്റി വെച്ചിട്ട് 2ാമത്തെ മാറ്റ്, മണ്ണാത്തി 2 മാറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, ആ 2ാമത്തെ അലക്കിയ മാറ്റ് എടുത്തു കൊടുത്ത് കുളിച്ച് കുട്ടി തന്നെത്താൻ തുള്ളിനീര് വീഴ്ത്തി കുളിക്കണം. അതിനുശേഷം മുങ്ങി സ്വന്തം വസ്ത്രം എടുത്ത് മഞ്ഞളും ആവണക്കിന്റെ കുരുവും കുറിയിട്ട് അരച്ച് കുറിയിട്ട് മുങ്ങിക്കുളിക്കണം. ഈ തുള്ളിനീര് വീഴ്ത്തുക എന്ന് പറയുന്നത് ഒരു ചെമ്പ് കിണ്ണത്തിലോ അല്ലെങ്കിൽ ഒരു പൂവട്ടയിലോ ഇതുപോലെ തന്നെ കോവലിന്റെ ഇലയിലോ അല്ലെങ്കിൽ പെരുവിന്റെ ഇലയിലോ ഒരു പച്ചമഞ്ഞളിന്റെ കഷ്ണവും കുറച്ച് നെല്ലും അരിയും ഇഞ്ചയും കൂടി എടുത്ത് കുളത്തിലെ വെള്ളവും ഈ പൂവട്ടയിലെടുത്ത് അത് കുട്ടിയുടെ ചുമലിലും പുറത്തും തലയിലുമായിട്ട് വീഴ്ത്തി കൊടുക്കുക. അതിനുശേഷം ഈ വസ്തുക്കൾ, അതായത് ആ കോവലിന്റെ ഒരു പൊതി പോലെ ആക്കും അത്, ആ പൊതി കുട്ടിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും അടിയാത്തി. അത് ഒഴിഞ്ഞ് കളഞ്ഞ് മുങ്ങണം. ഇതിനാണ് തുള്ളിനീർ വീഴ്ത്തി കുളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 തുള്ളിനീര് അടിയാത്തി വീഴ്ത്തി കുളിപ്പിക്കണം. അവസാനത്തെ 1 തുള്ളിനീര് കുട്ടി തന്നെത്താൻ കുളിക്കണം. പിന്നെ വീണ്ടും കുളിച്ച് മഞ്ഞളും അണക്കിന്റെ കുരുവും അരച്ച് കുരിയിട്ട് കോടി അലക്കിയതുകൊണ്ട് മുങ്ങിക്കയറി കോടി അലക്കിയതുകൊണ്ട് തോർത്തി കോടി അലക്കിയത് ഉടുത്ത് കറുക ഒഴിയുക, കണ്ണെഴുതി കുറിയിട്ട് കറുകമാല ചൂടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ കുളത്തിൽ വെച്ച് തന്നെ ചെയ്യും. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കുളത്തിലേക്ക് കൊണ്ടുപോയ പോലെ തന്നെ കുട്ടികള് അന്തർജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് കുട്ടിയെ ആ കിടന്നിരുന്ന മുറിയിൽ തന്നെ കൊണ്ടുവന്ന് ഇണങ്ങര് തണ്ടാഴി ഇടിക്കും. തണ്ടാഴി ഇടിക്കുന്നത് ഭൂമേക്കാഴി ഇടുന്നത് പോലെയുള്ള ചടങ്ങുകൾ തന്നെയാണ് തണ്ടാഴിക്കും. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതില് വാൽക്കണ്ണാടി ഉപയോഗിക്കാറില്ല. ശിവപാർവതി സങ്കല്പങ്ങളിൽ അമ്മിപ്പിള്ളയും വാൽക്കണ്ണാടിയുമാണ് ഭൂമേക്കാഴിക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം സങ്കല്പിച്ച് ഗണപതി, ശിവൻ, ശ്രീപാർവതി എല്ലാം സങ്കല്പിച്ച് ഈ അമ്മിപ്പിള്ള മാത്രമാണ് അണിഞ്ഞു വെക്കുക. നിലത്ത് അണിയണം, അതിന്റെ മീതെ അമ്മിപ്പിള്ള വെച്ച് അമ്മിപ്പിള്ളയും അണിഞ്ഞ് ആണ് വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് ഗണപതിക്കും ശിവനും ശ്രീപാർവതിക്കും നേദിക്കുക. മന്ത്രമില്ലാതെയാണ് നേദിക്കാറ്. ചെറിയ അട, കണ്ണട അല്ലെങ്കിൽ നുറുക്കട എന്ന് പറയുന്ന ചെറിയ അടകളാണ് ഇതിന് ഉപയോഗിക്കുക. നിറയ്ക്കാനും ഒഴിക്കാനും ഒക്കെ ഒരു ചെപ്പ് മാത്രമേ പതിവുള്ളൂ. അരി നിറച്ച ചെപ്പ് മാത്രമേ പതിവുള്ളൂ. അത് കഴിഞ്ഞ് അതില് ശംഖിലെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം പുറത്തു കൊണ്ടുപോയി ഗൃഹത്തിന്റെ മുകളിലേക്ക്, പെരയുടെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ആ താഴെ വീഴുന്ന വെള്ളം കയ്യിൽ ശേഖരിച്ച് ഇണങ്ങത്തെയാണല്ലോ ഇത് ചെയ്ത് അത് കുട്ടിയുടെ മുഖത്ത് തളിക്കണം. അത് അങ്ങനെയാണ് തണ്ടാഴിയുടെ ചടങ്ങ്. ഈ 3 ദിവസങ്ങളിലും കുട്ടിക്ക് ധാരാളം എണ്ണ പലഹാരങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ ഇല്ലത്തുള്ളവരും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇനി ആരെങ്കിലും കാണാൻ വരുമ്പോൾ അവരും കൊടുക്കാറുണ്ട്. 4-ാം ദിവസം കുളിച്ച് ഉച്ചയ്ക്ക് സദ്യയും അത് കഴിഞ്ഞ കൈകൊട്ടിക്കളിയും ഒക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. 5-ാം ദിവസം കുളിച്ച് 5 നമ്പൂതിരിമാർ ചേർന്ന് പുണ്യാഹം ചെയ്യുന്നതോടെ ഋതുവായതിന്റെ ചടങ്ങുകൾ കഴിയും. ഇനി ചില സ്ഥലങ്ങളില് പോണ്ടി ഒഴുക്കുന്ന ചടങ്ങുണ്ട്. പിന്നെ ബ്രാഹ്മണിപ്പാട്ട് പതിവുണ്ട്. പോണ്ടി ഒഴുക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ അണിമംഗലം സാവിത്രി അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. തൽക്കാലം ഞാനൊന്ന് വിട പറയുകയാണ്. സാവിത്രി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. 2ാമത് തുള്ളിനീര് വീഴ്ത്തി, സ്വയം തുള്ളിനീര് വീഴ്ത്തി മുങ്ങുന്ന സമയത്താണ് ഈ പോണ്ടി ഒഴുക്കല്. പോണ്ടി ഒഴുക്കാന്നാണ് പറയുക അതിന്. അതായത് വാഴപ്പോള
ഒരു ഒരു കൈമുട്ട് വരെ നീളത്തില് മുറിച്ചെടുത്ത് ഒരു 3 വാഴപ്പോളകൾ മുറിച്ചെടുത്ത് അത് പച്ച ഈർക്കിലി, അത് കുരുത്തോല ആയിട്ടാവാം, അങ്ങനെ അതിന്റെ പച്ച ഈർക്കിലി എടുത്ത് ആ മൂലക്കില് കുത്തി അത് യോജിപ്പിക്കുക. അതിനുശേഷം ഓരോ നടുവിലും മൂലയിലുമായിട്ട് 3 വാഴപ്പോളയുടെ മൂലകളിലും നടുവിലുമായിട്ട് ഇതുപോലെ പച്ച ഈർക്കിലി കുത്തി വെച്ച് അതൊരു പന്തം ചുറ്റിയിട്ട് തിരി കൊളുത്തും. പിന്നെ അതിന്റെ ഇടയിലൊക്കെ ഇത് കുരുത്തോലയുടെ പകുതി മുറിച്ചിട്ട് ഇങ്ങനെ കാറ്റിനെ നിയന്ത്രിക്കാനായിരിക്കണം, പിന്നെ ഭംഗിയുണ്ടാവും. അങ്ങനെ ഇടയിലിടയിൽ ഓരോ തിരിയുടെ ഇടയിലായിട്ട് വാഴപ്പോള ഈ കുരുത്തോലയുടെ കുറച്ച് ഇല നിർത്തി, തിരിയുടെ നേരെയായിട്ട് കുറച്ച് ഇല നിർത്തി അങ്ങനെ മുറിച്ച് അതും കുത്തി വെക്കാറുണ്ട്. അങ്ങനെ കുട്ടി മുങ്ങി പൊന്തുന്നതിന് മുമ്പായിട്ട് ഇതങ്ങോട്ട് ഒഴുക്കുക, അതാണ് ഒരു രീതി. അങ്ങനെ ഒഴുകി അതിങ്ങനെ ഏത് ഭാഗത്തേക്കാണോ പോണത് ആ ഭാഗത്തേക്കാണ് കുട്ടിയെ കൊടുക്കുക എന്നുള്ള അങ്ങനെ ഒരു പറയാറുണ്ട്. വടക്കോട്ടാണ് കുട്ടിയെ വടക്കോട്ടാണ് കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതി അമ്മമാര്. അപ്പൊ ഞങ്ങള് ചിലര് അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോഴേ അത് നോക്കി നിൽക്കും. മിക്കവാറും ഇത് ശരിയാവാറുണ്ട്. ഒരു വിശ്വാസം അങ്ങനെ ഇതുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ ബ്രാഹ്മണിയമ്മ പാട്ടുണ്ട്. അത് അഞ്ചീരിന്റെ അന്നാണ്. അഞ്ചീരിന്റെ വൈകുന്നേരം തുടങ്ങിയിട്ട് 6-ാം ദിവസവും 1.5 ദിവസത്തോളം ആ ബ്രാഹ്മണിയമ്മ പാട്ട് ഉണ്ട്. അത് അമ്മ ശുദ്ധമായിട്ടിരിക്കണം. അപ്പൊ എന്റെ കുട്ടിക്ക് വേണം വിചാരിച്ചു, അപ്പൊ അത് പറ്റിയില്ല. അതായത് അമ്മയ്ക്ക് പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴേ അപ്പൊ അമ്മമാര് അതിന് വേണം. എന്നാലേ അത് അമ്മ കണ്ണാടി പിടിച്ച് വേറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനും അങ്ങനെ ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇനി അഥവാ ആ ദിവസം പറ്റിയില്ലെങ്കിൽ പിന്നെ പെൺകൊടപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അയിനൂണിന്റെ അന്നാണ് പിന്നെ ആ പാട്ട് നടത്തുക. പറ്റിയില്ലെങ്കിൽ അപ്പൊ അമ്മമാർക്കും ശുദ്ധമായിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നർത്ഥം. അമ്മമാരും അത് ആയിക്കഴിഞ്ഞാൽ ശുദ്ധം, അല്ലെങ്കിൽ ഒഴിവായാൽ പിന്നെ അത് പറ്റില്ല. പിന്നെ പറ വെക്കുന്ന പറഞ്ഞില്ലേ ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ എൻ്റെ ഇല്ലത്തായാലും ഇവിടേക്ക് അതിലൊക്കെ ചെമ്പ് കുടത്തിലാണ് പിന്നെ ഇത് വെക്കുക. പറ നിറച്ച് വെക്കുക. പൂക്കലി എന്ന് പറഞ്ഞില്ലേ, അത് ചെമ്പ് കുടത്തിലാണ് പൂക്കല വെക്കുക. പിന്നെ ഇവിടെ പെങ്കിടാങ്ങളായാലും കോവലിന്റെ ഇലയല്ല മുല്ലയുടെ ഇല തന്നെയാണ് പതിവ്. മംഗല്യ സ്ത്രീ ആയി എന്നുള്ള ഒരു ഇതിലായിരിക്കാം വേണമെങ്കിൽ. മംഗല്യ സ്ത്രീകൾ തന്നെ പറയൂലോ, കല്യാണം കഴിഞ്ഞില്ലെങ്കിലും വേളി കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ പറയൂലോ, സ്ത്രീയായി എന്നുള്ള സങ്കല്പത്തിലായിരിക്കാം. നിശ്ചയില്ല. ഇവിടെ നിങ്ങളെ ഇല ഇങ്ങനെ മുല്ലയുടെ ഇല തന്നെ കണ്ടിട്ടുള്ളൂ, കോവലിന്റെ ഇല വിജയമാരത്തി പറഞ്ഞപ്പോഴാണ് ഞാൻ ധരിച്ചേക്കണേ. പിന്നെ ഗണപതി, ശിവൻ, ശ്രീപാർവതി ഈ തണ്ടാഴി ഇടുമ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ. പിന്നെ കാമദേവനും കൂടി നേദിക്കാറുണ്ട്, മന്ത്രമില്ലാണ്ട് തന്നെയാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ പ്രത്യേകതയൊന്നുമില്ല, പിന്നൊന്നുമില്ല. കേട്ടോടത്തോളം എല്ലാം അതുപോലെ തന്നെ. ഇനി ഞാൻ ഐൻഡൂണിന്റെ ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ഇനി നമുക്ക് ഐനൂണിന്റെ ചടങ്ങുകൾ നോക്കാം. പൊതുവായിട്ട് നമ്പൂതിരിമാർക്കും പെൺകിടാങ്ങൾക്കും ഐനുണ്ണുമ്പോൾ നടത്തുന്ന ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാദ്യം പറയാം, അതിനുശേഷം വ്യത്യാസങ്ങൾ പറയാം. വേളി രാവിലെ ആണെങ്കിൽ തലേ ദിവസം രാവിലെ ആ വേളിയുടെ മുഹൂർത്തം എപ്പോഴാണോ ആ സമയത്തും, വേളി രാത്രിയാണെങ്കിൽ വേളിയുടെ അന്ന് രാവിലെയുമാണ് സാധാരണയായിട്ട് ഐനൂണ് പതിവ്. 2 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഐനൂണിന് അമ്മ നേരത്തെ കുളിച്ച് കോടി അലക്കിയത് കൊടുത്ത് തേവർക്ക് നേദിക്കണം. പിറന്നാളിന് നേദിക്കുന്നത് പോലെ നേദിക്കണം. തേവരെ വെക്കാനുള്ള സ്ഥലത്ത് അരിമാവ് കൊണ്ട് അണിഞ്ഞ് അരിയും നെല്ലും വളയ്ക്കണം. അരി ഉള്ളിലും നെല്ല് പുറമേ ആയിട്ടാണ് വളയ്ക്കുക. മതിലിടുക എന്നാണ് ഇതിന് പറയുന്നത്. തേവരെ വെക്കുന്ന പീഠത്തില് ഒരു കോടി അലക്കിയത്
വിരിക്കണം. നേദിക്കുന്നതിന് അപ്പം, അട, പായസം, അവില്, മലര്, ശർക്കര, പഴം ഇതെല്ലാം ഉപയോഗിക്കാം. ധാരാളം വിളക്കുകൾ കൊളുത്തണം. ഒരു വിളക്കെങ്കിലും 16 തിരിയിട്ട് കൊളുത്താറുണ്ട്. അതുപോലെ ചുവരില് അരിമാവ് കൊണ്ട് വരയ്ക്കാം. നിറപറ, നിലവിളക്ക്, അഷ്ടമംഗല്യം, വാൽക്കണ്ണാടി, ആഭരണങ്ങള് ഇതിന്റെയൊക്കെ ചിത്രം വരയ്ക്കാം. അതായത് അലങ്കാരങ്ങള് എത്ര വേണമെങ്കിലും ആവാം. നേദിക്ക് കഴിഞ്ഞാൽ പിന്നെ എണ്ണ വീത്തുന്ന ചടങ്ങാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നിറപറ വെക്കണം. ചൊട്ടയോട് കൂടിയിട്ടുള്ള നിറപറ. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തൂശനിലയിലാണ് വെക്കേണ്ടത്. അരി നിറച്ച ഇടങ്ങഴി, നെല്ല് നിറച്ച നാഴി, അഷ്ടമംഗല്യം ഇതെല്ലാം വെച്ചിട്ട് വേണം എണ്ണ വീത്താൻ തുടങ്ങാൻ. ഇത് രണ്ടു കൂട്ടർക്കും പൊതുവായിട്ടുള്ള, നമ്പൂതിരിമാർക്കും പെൺകിടാങ്ങൾക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്പൂതിരിമാരുടെ അയിനൂണിന്റെ ചടങ്ങുകൾ ഓരോന്നായിട്ട് ആദ്യം നോക്കാം. നേദിക്ക് കഴിഞ്ഞാല് പിന്നെ എണ്ണ വീഴ്ത്താനുള്ള സമയമായാൽ വരൻ കിഴക്കോട്ട് തിരിഞ്ഞ് ആവണപ്പലകയില് ഇരിക്കണം. അമ്മ ഒരു പൂവട്ടയില് നെയ്യ് എടുത്ത് വരന്റെ പിന്നിലെ വലതുവശത്തായിട്ട് നിന്നുകൊണ്ട്, അമ്മയും കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം. അതിനാണ് വരന്റെ വലതുവശത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട്, പുറകിലായി നിന്നുകൊണ്ട് ഈ വാൽക്കണ്ണാടിയുടെ വാലുപയോഗിച്ച് ഒരു 3 പ്രാവശ്യമായി ഓരോ തുള്ളി നെയ്യ് വരന്റെ തലയിൽ വീഴ്ത്തും. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എണ്ണ പൂവട്ടയിലെടുത്ത് ആ എണ്ണയും കുറച്ച് എണ്ണ വരന്റെ തലയിൽ 3 പ്രാവശ്യം വീഴ്ത്തി കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള എല്ലാ ബന്ധുക്കൾക്കും എല്ലാ അന്തർജനങ്ങൾക്കും ഇതുപോലെ വരന്റെ തലയിൽ എണ്ണ വീഴ്ത്താം. അത് കഴിഞ്ഞാൽ വരൻ പോയി കുളിച്ചു വരണം. കുളിച്ചു വരുമ്പോഴത്തേക്കും ഊണിനുള്ള മുഹൂർത്തം ആയി കഴിഞ്ഞാൽ ഊണിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. വിളക്കും ഗണപതിയും വെച്ചിട്ടാണ് ഉണ്ണേണ്ടത്. ഊണ് കഴിക്കാനുള്ള സ്ഥലം തളിച്ചു മെഴുകി അവിടെ 2 ഇലച്ചീന്ത് വാഴയുടെ നീളത്തില് വീതി കുറഞ്ഞ 2 ഇല കഷ്ണം ആദ്യം ചേർത്ത് വെക്കും. അതിന്റെ മീതെ ഒരു നാക്കില നടുവേ കീറി, ആണഭാഗത്തു കൂടെ കീറി, ഈ കീറിയ ഭാഗം 2 വശങ്ങളിലും വരത്തക്കവണ്ണം അരികുകൾ ചേർത്ത് തൂശനിലയുടെ തുമ്പ് ഇടത്തോട്ട് വരത്തക്കവണ്ണം വെക്കണം. അതിനു മീതെയാണ് ഉണ്ണാനുള്ള ഇല വെക്കുക. ചില സ്ഥലങ്ങളില് ഈ അടിയിൽ കീറി വെക്കുന്ന ഇലയും മുകളിൽ വെക്കുന്ന ഇലയും കുറച്ചൊന്ന് വാട്ടി വെക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത് പതിവില്ല. സാധാരണ പച്ച ഇല ഉപയോഗിച്ചിട്ട് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടതുവശത്തും വലതുവശത്തും ഓരോ ഇല കൂടി വെക്കണം. അതിന് കീറി വെക്കേണ്ട ആവശ്യമില്ല. 2 ഇല കഷ്ണങ്ങൾ, കിഴിയില വെക്കുക എന്നാണ് അതിന് പറയുക. 2 ഇല കഷ്ണങ്ങൾ വെച്ചതിന് ശേഷം ഉണ്ണാനുള്ള ഇല വെച്ചാൽ മതി. ചില സ്ഥലത്ത് പിന്നെ ഇടതുവശത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. വലതുവശത്ത് മാത്രം വെച്ച് അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഇനി ഉപസ്തരിച്ചിട്ട് വേണം വിളമ്പാൻ. ഉപസ്തരിക്കുന്നതിനും എല്ലാ വിഭവങ്ങളും വിളമ്പുന്നതിനും ഒരു ക്രമമുണ്ട്. ആദ്യം ഗണപതിക്ക് ഉപസ്തരിക്കുക, അതിനുശേഷം വലതുവശത്തിരിക്കുന്ന ആൾക്ക്, പിന്നീട് അയിനൂണുകാരന്, പിന്നെ ഇടതുവശത്തിരിക്കുന്ന ആൾക്ക്. ഈ ക്രമത്തിലാണ് ഉപസ്തരിക്കുകയും എല്ലാ വിഭവങ്ങളും വിളമ്പുകയും ചെയ്യേണ്ടത്. അത് അമ്മ വരന്റെ വലതുവശത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ ക്രമത്തില് ഉപസ്തരിക്കുക. അതിനുശേഷം ഓട്ട് ചട്ടകം കൊണ്ട് കോരികയില് ചോറെടുത്ത് ഓട്ട് ചട്ടകം കൊണ്ട് ആദ്യം ഗണപതിക്ക്, പിന്നെ വലതുവശത്തിരിക്കുന്ന ആൾക്ക്, പിന്നെ ഉണ്ണാനിരിക്കുന്ന ആൾക്ക്, അയിനൂണുകാരന്, പിന്നെ ഇടതുവശത്ത്, ആ ക്രമത്തില് ചോറ് വിളമ്പി ഏതെങ്കിലും ഒരു വിഭവം, ഇഞ്ചിത്തൈരോ അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലും ഒന്ന് വിളമ്പി വീണ്ടും ഉപസ്തരിച്ച് കൊടുക്കുന്നീർ വീഴ്ത്തണം. ഇത്രയും അമ്മയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം സഹോദരിമാർക്കും മറ്റ് ബന്ധുക്കൾക്കും ചേർന്ന് ഉണ്ണാനിരിക്കുന്നവരുടെ ആവശ്യാനുസരണം എല്ലാ വിഭവങ്ങളും വിളമ്പി കൊടുക്കാവുന്നതാണ്. രണ്ടാമതും ചോറ് വിളമ്പണം. ഊണ് കഴിഞ്ഞാൽ കുടുക്കുനീർ വീഴ്ത്തി കൈ കഴുകി വന്നാൽ പിന്നെ അഭിവാദ്യം ആണ്. അച്ഛന് ആദ്യം, പിന്നീട് മറ്റ് കാരണവന്മാർക്ക്, ബന്ധുക്കൾക്ക്, ഏറ്റവും അവസാനമാണ് അമ്മയ്ക്ക് അഭിവാദ്യം ചെയ്യുക. അഭിവാദ്യം കഴിയുന്നതോടെ വരന്റെ
ഐനൂണിന്റെ ചടങ്ങുകൾ കഴിയും. ഇനി വേളിക്ക് പുറപ്പെടുമ്പോഴത്തെ കാര്യങ്ങളാണ്. അത് അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ എപ്പോഴാണെന്ന് വെച്ചാൽ അതിന് വരൻ ഇതുപോലെ പലകയില് കിഴക്കോട്ട് നോക്കി ഇരിക്കണം, കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കണം. അമ്മ ഒരു മാല, തുളസിമാല വരന്റെ കയ്യിൽ കൊടുക്കും. ആ മാല തലയില് വട്ടത്തില് വെക്കണം, രണ്ട് കൈ കൊണ്ടും തലയില് വട്ടത്തില് വെക്കുക. അതിന് ശേഷം ഒരു വലിയൊരു നാക്കലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അട അമ്മ രണ്ട് കൈ കൊണ്ടും എടുത്ത് വരന്റെ രണ്ട് കൈയിലുമായിട്ട് വെച്ചു കൊടുക്കും. ഇനി അതൊന്ന് വിടർത്തി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലുള്ള മലര് എടുത്ത് കയ്യിലെടുത്ത്, അമ്മ സുമംഗലിയാണെങ്കിൽ കയ്യില് വാൽക്കണ്ണാടി വേണം, അങ്ങനെ കയ്യിലെടുത്ത് അമ്മയും കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് വരന്റെ തലയിലും ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന അടയിലും വീഴത്തക്കവണ്ണം ചൊരിയുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ അന്തർജനങ്ങൾക്കും, ബന്ധുക്കൾക്കും, കാരണന്മാർക്കും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. എല്ലാവരും മലരിട്ട് കഴിഞ്ഞാൽ വരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു മുണ്ട് തോളത്തിട്ട് ഓലക്കൊടയും പിടിച്ച് കിഴക്ക് വശത്തുള്ള വാതിലിലൂടെയോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തുള്ള വാതിലിലൂടെയോ പുറത്തേക്ക് കടക്കണം. വിളക്കും അഷ്ടമംഗല്യവുമായിട്ട് മംഗല്യ സ്ത്രീകള് കൂടെ ഉണ്ടാവണം, മുമ്പിലായിട്ട് നടക്കണം. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, അതായത് മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കയ്യിലുള്ള ഈ അട ആ മലരോടുകൂടി ഏതെങ്കിലും ഉണ്ണികൾക്ക് കൊടുക്കുക. അതിനുശേഷമാണ് മുറ്റത്തിറങ്ങേണ്ടത്. മുറ്റത്തിറങ്ങുമ്പോൾ നല്ല ശകുനം വരുന്നതിന് വേണ്ടി എന്തെങ്കിലും, ഒന്നുകിൽ ഒരു കയറിട്ട കിടാവും പശുവും, അതല്ലെങ്കിൽ വെള്ള കുടത്തില്, ചെപ്പ് കുടത്തിലോ പിച്ചള കുടത്തിലോ വെള്ളം നിറച്ച് ആ വെള്ളവും അഷ്ടമംഗല്യവും വിളക്കുമായിട്ട് സ്ത്രീകള് മുമ്പിൽ നിൽക്കണം. അത് സാധാരണ നായർ സ്ത്രീകളാണ് അങ്ങനെ ചെയ്യാറുള്ളത് പതിവ്, നല്ല ശകുനം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രയുമാണ് ഐനൂണിന്റെ ചടങ്ങുകൾ. ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാവിത്രി അത് കൂട്ടിച്ചേർക്കുന്നു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പെൺകിടാവിന്റെ ഐനൂണിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമ്മ കുളിച്ച് നേദിക്കണം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പെൺകിടാവും രാവിലെ കുളിച്ച് അടയുണ്ടാക്കി നേദിക്കണം. രാവിലെ കുളിക്കുമ്പോൾ മഞ്ഞളും പച്ചമഞ്ഞളും ഉണക്കിന്റെ കുരുവും അരച്ച് കുറിയിടണം. അലക്കിയതുകൊണ്ട് തോർത്തണം. അലക്കിയ ഇണമുണ്ട് ഉടുക്കണം. കറുക ഒഴിഞ്ഞ് കണ്ണെഴുതി കുറിയിട്ട് ദശപുഷ്പമാല ചൂടി ആണ് അകത്തേക്ക് വരേണ്ടത്. അകത്തേക്ക് വന്നാൽ അടയുണ്ടാക്കി നേദിക്കണം. ഈ നേദിക്കലിന്, ഐനൂണിന്റെ ഈ നേദിക്കലിന് ഗണപതി കാലം കൂടുക എന്നാണ് പറയാറ്. ഗണപതി കാലം കൂടുന്നതിനുള്ള അട പിറന്നാളിനൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തലേ ദിവസം ഉണ്ടാക്കി വെക്കാറില്ല സാധാരണ. അന്ന് രാവിലെ കുളിച്ചു വന്നതിന് ശേഷമാണ് അട ഉണ്ടാക്കുക. എല്ലാവരും ചേർന്നിട്ടാണ്, എല്ലാ അന്തർജനങ്ങളും ചേർന്നിട്ടാണ് അട ഉണ്ടാക്കേണ്ടത്. അമ്മ ആണ് ആദ്യത്തെ അട ഉണ്ടാക്കുക. ചില സ്ഥലങ്ങളില് ഈ ഐനുണ്ണുന്ന പെൺകിടാവ് തന്നെ ആദ്യത്തെ അട ഉണ്ടാക്കണം എന്ന് നിഷ്കർഷിക്കുന്ന സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. എന്തായാലും ഉദിക്കുന്നതിന് മുൻപേ അടയും ഒറ്റയപ്പവും ഒക്കെ ഉണ്ടാക്കി, ഗണപതിക്ക് ഒറ്റയപ്പവും ഒക്കെ ഉണ്ടാക്കി നേദിക്കണം. നേദിക്കുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞാൻ, അലങ്കാരങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ഇനി നേദിച്ച് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഉരുളിയില് നിറയെ അടയാണ് നേദിക്കേണ്ടത്. അത് നേദിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കണം. സാധാരണ അത് സഹോദരനോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവർക്കോ ആണ് കൊടുക്കുക. ശിവനും ശ്രീപാർവതിക്കും നേദിച്ചത് പെൺകുട്ടികളുടെ കയ്യിലും കൊടുക്കാം. നേദിക്ക കഴിഞ്ഞാൽ പിന്നെ തലയില് എണ്ണ വീത്തുന്ന ചടങ്ങാണ്. അത് വരന്റേതിൽ നിന്ന് വ്യത്യാസം, നമ്പൂതിരിമാരുടേതിൽ നിന്ന് വ്യത്യാസമുണ്ട്. പെൺകുട്ടികൾക്ക്, പെൺകുട്ടി വലത്തോട്ട് അല്ല കിഴക്കോട്ട് തിരിഞ്ഞ് പലകയിലിരിക്കണം. വലതുവശത്ത് ഇണങ്ങത്തി ഇരിക്കണം. അതിനുശേഷം കുട്ടിയുടെ കയ്യില് അമ്മ പല്ല് തേക്കാനുള്ള ഉമിക്കിരി, മാവില, ഈർക്കിലി, കടലാടിയുടെ കോല് ഇതൊക്കെ കൊടുക്കും. പല്ല് തേച്ച് കഴിഞ്ഞാൽ അല്പം
വെണ്ണ കൊടുക്കും. ആ വെണ്ണ കൊണ്ട് പല്ല് തേച്ച് കുറച്ച് പാല് കൊടുത്താൽ ആ പാല് കൊണ്ട് കുലുക്കുഴിയും ചെയ്യും. കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിചിത്രമായിട്ട് തോന്നുന്ന ആചാരങ്ങളാണ് നമ്മൾക്ക് ചില ഇതെല്ലാം. അതിനുശേഷം പുറത്തു പോയി നല്ല വൃത്തിയായി കൈയും വായും കാലും എല്ലാം കഴുകിയതിനു ശേഷം ഈ പലകയിൽ വീണ്ടും വന്നിരുന്ന് അപ്പൊ അമ്മ വാൽക്കണ്ണാടി കയ്യിൽ കൊടുക്കും. പിന്നീട് വേളിയുടെ ക്രിയ കഴിയുന്നത് വരെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും കുട്ടിയുടെ കയ്യിൽ വാൽക്കണ്ണാടി ഉണ്ടാവണം. ഇനി മറ്റുള്ള ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ വാൽക്കണ്ണാടിയുടെ കാര്യം എപ്പോഴെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കുക. എപ്പോഴും പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം കുട്ടി വാൽക്കണ്ണാടിയോട് കൂടിയിട്ട് വേണം ഇരിക്കാൻ. ഇനി എണ്ണ വീഴ്ത്തുന്നതും 2 തരത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, കുട്ടിയും എണങ്ങത്തിയും, കുട്ടിയുടെ വലതുവശത്തായിട്ട് എണങ്ങത്തിയും ഇരിക്കും. അതിന്റെ വശങ്ങളിലും പുറകിലുമായിട്ട് അവിടെയുള്ള എല്ലാ സുമംഗലികളായിട്ടുള്ള അന്തർജനങ്ങളും ഇരിക്കും. അമ്മ പൂവട്ടയിലെടുത്ത നെയ്യ് ആദ്യം കുട്ടിയുടെ തലയിൽ 3 പ്രാവശ്യം ഓരോ തുള്ളി വീഴ്ത്തി കൊടുക്കും. അത് കഴിഞ്ഞാൽ ആ പൂവട്ടയില് എണ്ണ എടുത്ത് അത് ആദ്യം അണങ്ങത്തിയുടെ തലയിലും പിന്നീട് കുട്ടിയുടെ തലയിലും തുടർന്ന് അവിടെ ഇരിക്കുന്ന എല്ലാ അന്തർജനങ്ങളുടെ തലയിലും ഓരോ തുള്ളി വീഴ്ത്തി കൊടുക്കും. ഇങ്ങനെ ആണ് ഒരു സമ്പ്രദായം. പിന്നെ ഒന്ന്, കുട്ടി ഇരിക്കും, അതിന്റെ വലതുവശത്ത് എണങ്ങത്തി ഇരിക്കും. അമ്മ ആദ്യം നെയ്യും പിന്നെ എണ്ണയും കുട്ടിയുടെ എണങ്ങത്തിയുടെയും കുട്ടിയുടെയും തലയിൽ വീഴ്ത്തും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ അന്തർജനങ്ങളും ഇതുപോലെ എണങ്ങത്തിയുടെയും കുട്ടിയുടെയും തലയിൽ എണ്ണ വീഴ്ത്തും. ഇങ്ങനെ 2 തരത്തിലും കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും എണ്ണ വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ ആഘോഷമായിട്ട് ആണ് ഈ എണ്ണ വീഴ്ത്തുമ്പോൾ കുരവയിടണം. ആഘോഷമായിട്ടാണ് കുളിക്കാനായിട്ട് കുളത്തിലേക്ക് കൊണ്ടുപോവുക. വിളക്കും അഷ്ടമംഗല്യവുമായിട്ട് മംഗല്യ സ്ത്രീകളും മുമ്പിൽ നടക്കും. അതിന്റെ പിന്നാലെ കുട്ടിയും പിന്നെ അവിടെയുള്ള എല്ലാ സുമംഗലികളായിട്ടുള്ള എല്ലാ അന്തർജനങ്ങളും കുട്ടിയെ കുളത്തിലേക്ക് അനുഗമിക്കും. കുട്ടിക്ക് അവിടെ ഇരിക്കാനുള്ള പലക, കുളിക്കാനും തോർത്താനും ഉടുക്കാനും ഉള്ള പുടവ, അതേപോലെ കുറിക്കൂട്ടുകള്, ആഭരണങ്ങള് എല്ലാം കൊണ്ടാണ് പോവുക കുളത്തിലേക്ക്. കുളത്തിൽ ചെന്നാല് അടിയാത്തി കുട്ടിയെ എണ്ണയോ താളി ഇഞ്ച ഒക്കെ തേപ്പിച്ച് കുളിപ്പിക്കും. കുളിച്ചാൽ കോടിയിളക്കിയത് കൊണ്ട് തോർത്തി, കോടിയിളക്കിയത് ഉടുത്ത്, കറുകമാല ചൂടുക, കണ്ണെഴുതി കുറിയിടുക, കറുകമാല ചൂടുക തുടങ്ങിയത് എല്ലാം ചെയ്ത് മേൽവസ്ത്രങ്ങളും പുതിയ മേൽവസ്ത്രങ്ങളും ധരിച്ച് ആഭരണങ്ങളും ധരിച്ച്, ആഭരണങ്ങൾ വേണമെങ്കിൽ നേദിക്കുമ്പോൾ ആ നേദിക്കുന്ന വേണമെങ്കിൽ എന്നല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നേദിക്കുന്ന പീഠത്തിൽ വെച്ചതിന് ശേഷം നേദിക്ക് കഴിയുമ്പോൾ അത് എടുത്ത് അണിയാവുന്നതാണ്. എന്തായാലും സർവാലങ്കാര വിഭൂഷിതയായിട്ട് പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയ പോലെ, കുളത്തിലേക്ക് കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ച് ആർപ്പും പുരവയൊക്കെ ആയിട്ട് ഊണ് കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തും. ഊണ് കഴിക്കുന്നതിനും മാറ്റങ്ങൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എടങ്ങത്തി വലതുവശത്തിരിക്കണം. പിന്നെ നമ്പൂതിരിമാരുടെ പോലെ അടിയില് കീറി വെക്കുകയോ അല്ലെങ്കിൽ കിഴിയില വെക്കുകയോ ഒന്നും വേണ്ട. ഉണ്ണാനുള്ള ഇല മാത്രം വെച്ചാൽ മതി. വിളമ്പി കൊടുക്കുമ്പോഴൊക്കെ ഉള്ള ചടങ്ങുകളെല്ലാം അതേപോലെ തന്നെയാണ്. ഇനി ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്, ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെണ്ണ കൊണ്ട് പല്ല് തേച്ച് പാല് കൊണ്ട് കുലുക്കുഴിയുന്നു. അത് ഊണ് കഴിഞ്ഞിട്ടും ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ. ഊണ് കഴിഞ്ഞതിന് ശേഷം വെണ്ണ കൊണ്ട് പല്ല് തേച്ച് പാല് കൊണ്ട് കുലുക്കുഴിയുന്നത് അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഇനി ഊണ് കഴിഞ്ഞ ഇതെല്ലാ ചടങ്ങുകളും പണ്ട് കാലത്ത് തേവരുടെ മുമ്പിൽ വടിക്കിണിയിൽ വെച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം മുതലുള്ള എല്ലാം നേദിക്കുന്നത് തുടങ്ങി എല്ലാ ചടങ്ങുകളും, അതിനുണ്ട ചടങ്ങുകളൊക്കെ വടിക്കിണിയിൽ തേവരുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി ആയിരതിരി ചിന്തുന്ന ചടങ്ങാണ്. അത് തിരിഞ്ഞടിയായിട്ട് മതി. അപ്പൊ ഒരു 2 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും അതിന്റെ ഒരുക്കങ്ങൾ ചെയ്താൽ മതിയാവും. എണങ്ങത്തിയാണ് ആയിരത്തിരി ചിന്തിക്കേണ്ടത്. ചീന്താനുള്ള പുടവ ഒരു നാക്കുലയില് വെക്കണം. കുറച്ചൊരു പഴയതായത് ആണ് ചീന്താനായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. കാരണം കൈകൊണ്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അധികം ബലം കൊടുക്കാതെ പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ഉപയോഗിച്ച് പഴയതായ ഒരു പുടവയാണെങ്കിലാണ് നല്ലത്. അതെന്താന്ന് വെച്ചാല് ബലം പ്രയോഗിച്ചിട്ട് നമുക്കത് പൊട്ടിക്കാൻ പറ്റാതെ വന്നാല് ഇരുമ്പ് തൊടിയിക്കാൻ പാടില്ല, ഇരുമ്പ് കത്തി ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോ അങ്ങനെ വേണമെങ്കിൽ തന്നെ ഒട്ടുവിശാകത്തി കൊണ്ട് വേണം അത് മുറിച്ചെടുക്കാൻ.
അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് പഴയതായാലും അതാണ് നല്ലതെന്ന് പറയാൻ കാരണം. പക്ഷെ അത് കീറിയതോ അല്ലെങ്കിൽ കത്തിയതോ, തുമ്പ് കത്തുക, എലി വെട്ടുക അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അതൊന്നും പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പഴയതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ കോടിയിലക്കിയത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നാക്കിലയിൽ വെക്കുക. കുട്ടി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇണങ്ങത്തി വലതുവശത്തിരുന്ന്, ഇണങ്ങത്തിയാണ് ഇത് കുട്ടിയെ കൊണ്ട് കീറിക്കേണ്ടത്. ആദ്യം അതിന്റെ പുടവയുടെ കര ചീന്തി മാറ്റി വെക്കണം. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉടുക്കാൻ തക്കവണ്ണം, കോണവ് ഉടുക്കാൻ തക്കവണ്ണം വീതിയിലും നീളത്തിലും കുറച്ച് കഷ്ണങ്ങൾ കീറി മടക്കി കുട്ടിയെ കൊണ്ട് അവിടെയുള്ള ആൺകുട്ടികൾക്കും ശേഷം പെൺകുട്ടികൾക്കും കൊടുപ്പിക്കണം. കുട്ടിയെ കൊണ്ട് 3 തിരിയെങ്കിലും തെറുപ്പിക്കണം. ഈ തിരി തെറുക്കുന്ന സമയത്ത് സുമംഗലികൾ എല്ലാവരും ചേർന്ന് സ്വയംവരം പാടണം. പാർവതി സ്വയംവരം, സീതാ സ്വയംവരം, രുക്മിണി സ്വയംവരം തുടങ്ങി ശിവസ്തുതികള് എല്ലാം ഇത് കീറി കഴിയുന്നത് വരെ, ആയിരന്തിരി കീറി കഴിയുന്നത് വരെ പാടണം. എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. 3 തിരിയെങ്കിലും കുട്ടിയെ കൊണ്ട് തെറുപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ തിരി തെറുക്കുന്നതും 2 തരത്തില് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് വെറുതെ തിരി ഒരു മുഴം നീളത്തില് പൊട്ടിച്ചെടുത്ത് അത് കൈകൊണ്ട് തന്നെ അങ്ങോട്ട് തെറുത്ത് ബലപ്പെടുത്തി വെക്കുക, അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു പുത്തൻ കല വെച്ചിട്ട് ആ കലത്തിന്റെ മുകളിലാണ് തിരി പൊട്ടിച്ചെടുത്തതിന് ശേഷം കലത്തിന്റെ മുകളില് വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് ഇങ്ങനെ തിരിച്ച് തെറുക്കുന്നത്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. തെറുത്ത തിരികളെല്ലാം ആ ഒരു നാക്കിലയില് വെക്കണം. 3 തിരിയെങ്കിലും കുട്ടി കീറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്വയംവരം പാടി കഴിയുന്നത് വരെ എന്നും പറയുന്നുണ്ട്. എങ്ങനെയായാലും 3 തിരി തെറുക്കാറുണ്ട് സാധാരണയായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് മൈലാഞ്ചി ഇടിയിച്ചു കൊടുക്കാം. അത് ഇണങ്ങത്തിയാണ് ചെയ്യേണ്ടത്. ഇണങ്ങത്തി ആദ്യം വലത്തെ കയ്യില്, പിന്നെ ഇടത്തെ കയ്യില്, പിന്നെ വലത്തെ കാലില്, ഇടത്തെ കാലില്, ആ ക്രമത്തില് മൈലാഞ്ചി ഇടിയിച്ചു കൊടുക്കും. ഇണങ്ങത്തി ഇടിയിച്ചു കൊടുത്താൽ പിന്നെ അമ്മയ്ക്കും മറ്റ് ബന്ധുക്കൾക്കും ഇതുപോലെ കയ്യിലും കാലിലും ഒക്കെ കുറേശ്ശെ മൈലാഞ്ചി ഇടിയിക്കാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ കുട്ടിയെ പിന്നെ അവിടെ നിന്ന് ഒഴിവാക്കാം. പിന്നീട് നന്നായി മൈലാഞ്ചി ഇടിയിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കലാവാസന അനുസരിച്ച് സൗകര്യമുള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് ഭംഗിയായിട്ട് മൈലാഞ്ചി ഇടാം. ഇനി ഇത് തിരി തെറുക്കല് മുഴുവനാക്കണം. മുഴുവൻ ആ പുടവ മുഴുവൻ കീറി തിരിയാക്കി കഴിഞ്ഞാൽ, മിക്കവാറും തിരികള് 1 മുഴം നീളത്തിലുള്ളത് ആണ് പതിവ്. ചിലത് കുറച്ച് ചെറുതായിട്ടും പൊട്ടിച്ചെടുക്കാം. എല്ലാം അടുക്കി തുമ്പൊപ്പമാക്കി എണ്ണി തിട്ടപ്പെടുത്തണം. 1008 തിരികളെങ്കിലും വേണം. അതെല്ലാം ഭംഗിയായി അടുക്കി ഒതുക്കി ഒരു വിരല് നീളം പുറത്തേക്ക് നിൽക്കത്തക്കവണ്ണം നിർത്തിയതിനു ശേഷം ഈ ചീന്തി മാറ്റി വെച്ച കര ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴേക്ക് വരിഞ്ഞ് ഭംഗിയാക്കി ബലപ്പെടുത്തി ഉറപ്പിച്ച് കെട്ടണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൈപ്പടത്തിന്റെ നീളത്തില്, കൈപ്പത്തിയുടെ നീളത്തില് മുറിച്ചെടുത്തിട്ടുള്ള കോടി നൂലും, അതും 1008 ഇഴ വേണം. അതും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കെട്ടണം. ഇതിന്റെ കൂടെ ചേർത്ത് കെട്ടാനുള്ള 1008 ഇഴകള് നേരത്തെ കൂട്ടി മുറിച്ചു വെക്കാറാണ് പതിവ്. ഏതെങ്കിലും ഒരു നല്ല ദിവസം, പെങ്കുടയ്ക്ക് മുമ്പ് ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കി, തിങ്കളാഴ്ചയോ വ്യാഴോ ബുധനോ അങ്ങനെയുള്ള ദിവസം നോക്കി ദേവയുടെ മുമ്പിൽ വെച്ച് നേദിക്കുന്നതിന് ഇടയിൽ ആദ്യത്തെ കുടുക്കുനീർ വീഴ്ത്തൽ കഴിഞ്ഞാൽ അത് എണ്ണി 1008 എണ്ണം എണ്ണി ഒരു ഓട്ടുവിശാന്തി കൊണ്ട് മുറിച്ച് സൂക്ഷിച്ചു വെക്കുക. ഈ സമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തു കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുഹൂർത്തത്തിരി കൊളുത്താനുള്ള, പണ്ടൊക്കെ മുഹൂർത്തത്തിരി കൊളുത്താൻ 3008 ഇഴയൊക്കെയാണ് വേണമെന്ന് പറയാറുള്ളത്. ഇല്ലെങ്കിലും 1008 ഇഴയെങ്കിലും 2 മുഹൂർത്തത്തിരി വേണം. ഒന്ന് അയിനൂണിന് കൊളുത്താനും ഒന്ന് പെങ്കുടയുടെ സമയത്ത് കൊളുത്താനും. അങ്ങനെ 2 മുഹൂർത്തത്തിരികളും കൂടി ആ സമയത്ത് തന്നെ മുറിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട് വേറെ. അത് ആവശ്യാനുസരണം യഥാസമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കൈ ചുവന്ന് കഴിയുമ്പോൾ അത് കഴുകി കളഞ്ഞ്
രണ്ട് കൈയിലും നടുവിരൽ ഒഴികെ ബാക്കി എല്ലാ വിരലുകളിലും 4 വെള്ളിമോതിരം വീതം കുട്ടി ഇടേണ്ടതാണ്. ഇത് ഏകദേശം അയിനോണിന്റെ ചടങ്ങുകളെല്ലാം ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുഹൂർത്തത്തിന് നേദിക്കുകയും വേണം. അയിനോണിന്റെ മുഹൂർത്തത്തിനും പെങ്കുടയുടെ മുഹൂർത്തത്തിനും അമ്മ മുഹൂർത്തത്തിരി കൊളുത്തുകയും മുഹൂർത്തത്തിന് നേദിക്കുകയും വേണം. അയിനൂണിന് അന്നപൂർണേശ്വരിക്കും പെങ്കുടയ്ക്ക് ശിവനുമാണ് നേദിക്കുക. ഇനി വേളിക്രിയ സാധാരണ നമ്മുടെ പുരോഹിതന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുക എങ്കിലും ഇണങ്ങത്തിയും അമ്മയും മറ്റു മംഗല സ്ത്രീകളും ഒരുമിച്ച് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതും കൂടി ഞാനൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. മലര് വറക്കുകയും കണ്ണെഴുത്ത് പിടിപ്പിക്കുകയും. അതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു പുത്തൻ കലം അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കി കുട്ടിയെ കൊണ്ട് ആ മലര് വിത്ത് 3 പ്രാവശ്യമായിട്ട് കലത്തില് ചൂടായി ഉള്ള കലത്തില് ഇടിയിച്ച് കണ്ണാടിയുടെ വാലുകൊണ്ട് അതൊന്ന് ഇളക്കിക്കണം. അതിനുശേഷം ഇണങ്ങരോ അമ്മയോ ആരെങ്കിലും പുത്തൻ ചൂലുകൊണ്ട്, അതായത് പുതിയ പച്ച ഈർക്കിലി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചൂലുകൊണ്ട് അത് വറുത്ത് ആ മലര് ഒരു 3-4 എണ്ണം ഉമി കളഞ്ഞ് അത് കൊടുക്കാറുണ്ട് ക്രിയയുടെ സ്ഥലത്തേക്ക്. അത് ലാജഹോമത്തിനുള്ള മലര് കുട്ടി തന്നെ വറക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അതങ്ങനെ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു കലമോ, ഒരു പുത്തൻ കലമോ അടുപ്പിൽ വെച്ച്, സാധാരണ എല്ലായിടത്തും 2 അടുപ്പുകൾ ഇതിനു വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു കൊടിവിളക്കില് നെയ്യ് എടുത്ത് തിരി കത്തിച്ച് കുട്ടിയെ കൊണ്ട് കണ്ണെഴുത്ത് പിടിപ്പിക്കുകയും വേണം. കണ്ണെഴുത്ത് പിടിപ്പിച്ച് ഒരൽപ്പം കൺമഷി അതിൽ നിന്ന് എടുത്ത് നെയ്യിൽ ചാലിച്ച് അതും ക്രിയയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാവിത്രി പറയും. ബാക്കി തുടർന്ന് കുടിവയ്പ്പിന്റെ ചടങ്ങുകളെല്ലാം സാവിത്രിയുടെ വാക്കുകളിൽ കൂടി നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം. വിജയകുമാരി എടുത്തി വിവരിച്ച കാര്യങ്ങളിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ ആയിരന്തിരിയുടെ കാര്യം ഒന്ന് പറയാം. അതായത് അമ്മ വളരെ നിഷ്കർഷിക്കാറുള്ള ഒരു കാര്യമാണ്. അത് ആയിരന്തിരി കെട്ടിക്കഴിഞ്ഞ് 100 എണ്ണം വീതം എണ്ണി കെട്ടുമ്പോൾ ഇതാക്കി വെച്ച് അത് പിന്നെ തെർത്ത് കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ തുമ്പൊപ്പാക്കി വെക്കണം എന്ന് പറയാറുണ്ട്. ഇത്രയും എന്ന് വെച്ചാൽ ഒരു സമക്ഷത്തെ വലിയൊരു സദസ്സിന് മുമ്പിലല്ലേ ഇത് ചെയ്യാം, ഇത് കൊളുത്തേണ്ടതൊക്കെ. അപ്പൊ അതൊരു ഭംഗിയായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല കരയുള്ള, നല്ല ഭംഗിയിലെ കരയുള്ള മുണ്ട് വേണം അതിനെ തെരഞ്ഞെടുക്കാൻ എന്ന് പറയാറുണ്ട്. അപ്പൊ വെള്ളയും ചീന്തിയിട്ടുള്ള അതിൻ്റെ വെള്ള കളർ ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല ഭംഗിയുള്ള കര, 2 കളറുള്ള കരയോ അല്ലെങ്കിൽ നല്ല തെളിച്ചുള്ള കര വേണം എന്ന് പറയാറുണ്ട് അമ്മ. ഒറ്റ കഷ്ണം കളയാനും പാടില്ല. അതിങ്ങനെ കൃഷ്ണകിരീടം പോലെ, കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണന്റെ കിരീടം ഉണ്ടല്ലോ, അങ്ങനെ മോൾ ഭാഗം ഇങ്ങനെ വിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഒരു, എന്നിട്ട് പിന്നെ കഥകളിയിൽ ഉടുത്തുകെട്ടില്ലേ അതുപോലെ അവിടെ താഴെ ഭാഗം, അങ്ങനെ നല്ലൊരു ഭംഗി കലാപരമായിട്ട് ചെയ്യണം എന്നൊന്ന് പറയാറുണ്ട്. ഞാൻ അവിടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അത്രയും ഭംഗിയിൽ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ വാരി വലിച്ച് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭംഗിയില്ല. നമ്മളൊരു നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഇത് കൊണ്ടുപോണത്. അപ്പൊ അത് മംഗല്യ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭംഗിയായിട്ട് ചെയ്യുക. ആ കരയും വെള്ളയും, ചുമന്ന കരയാണെങ്കിൽ അല്ലെങ്കിൽ നീലക്കര, എന്ത് കരയിലും അതിൻ്റെ ഒപ്പം ആ വെള്ള വക്കും ഉണ്ടാവില്ല, ഇതും കൂടി ചുറ്റി വരുമ്പോൾ നല്ല ഭംഗിയിൽ ചുറ്റി കെട്ടാൻ പറ്റും. പ്രദക്ഷിണം വെക്കണ പോലെയാണ് അത് ചുറ്റേണ്ടത്, മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ ചെയ്യുക. പിന്നെ ഈ ആയിരന്തിരി തെർക്കണേൻ്റെ ഒരു തെർത്ത് കഴിഞ്ഞാലേ ഒഴിയുന്നതിനൊരു സങ്കല്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുവരെ ഗന്ധർവനാണ് അത്രേ പെൺകിടാവിനെ സംരക്ഷിച്ചു പോരേണ്ടത്. അപ്പോൾ ഈ 1000 തെഴി ഒഴിയുന്നത് ആ ഗന്ധർവനെ വിടുതൽ ചെയ്യലാണെന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതല്ലേ തലമുടി അഴിച്ചിട്ട് പുറത്തുനിന്ന് വരരുത്, ഗന്ധർവൻ ഇതാവും എന്നൊക്കെ പറയും. ഗന്ധർവൻ കയറുന്നോ എന്തൊക്കെയോ പറയും. എപ്പോഴും നമ്മുടെ ഒപ്പം ഗന്ധർവൻ ഉണ്ട്. ആ ഗന്ധർവനെ വിടുതൽ ചെയ്യണത്, അത് സംരക്ഷിക്കാൻ ഒരാൾ വന്നു. അപ്പൊ ഗന്ധർവനെ വിടുതൽ ചെയ്യാനാണ് അത്രേ ഈ 1000 തിരി അങ്ങനെ അതൊരു സങ്കല്പം ഉണ്ടെന്ന്. പിന്നെ ഇന്നിപ്പോ ഒരു
നമ്പൂരി എന്നോടൊരു സംശയം ചോദിച്ചു. അപ്പൊ ഞാൻ വാൽക്കണ്ണാടിയെ കുറിച്ച് അതൊന്ന് പറയാം. എന്ന് വെച്ചാൽ ഇന്നത്തെ പെൺകുട്ടികൾക്കോ ചെറുപ്പക്കാരായിട്ടുള്ള അന്തർജനങ്ങൾക്കോ അറിഞ്ഞൊന്നും വരില്ല. അപ്പൊ എനിക്ക് അറിവ് ഉള്ളതും ഇന്ന് ചിലരോട് ചോദിച്ചിട്ട് ഏട്ടനോടൊക്കെ ചോദിച്ചു. അങ്ങനെ എന്താ വാൽക്കണ്ണാടി, എന്താ അതിന്റെ സങ്കല്പം എന്താ എന്നാണ് ചോദിച്ചത്. അപ്പൊ രാവിലെ തന്നെ ഒരു 7:30-8 മണി നേരത്തേക്കാണ്. അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നിയത്, അതായത് വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഈ മംഗല്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ട. അത് തെരണ്ട സമയത്താണ് ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് അത് വാൽക്കണ്ണാടി, ആ നേരത്താണ് കുട്ടികൾ അത് ഉപയോഗിക്കുക. കയ്യിൽ വേണം എന്നാണല്ലോ പറയുക. അപ്പൊ അതൊരു ദേവീ സങ്കല്പമാണ്. ഇപ്പൊ കളമെഴുത്ത് പാട്ട് അങ്ങനത്തെ ഇതിനൊക്കെ വാൽക്കണ്ണാടി ഉപയോഗിക്കാറുണ്ടല്ലോ, ദേവിയുടെ കണ്ണാടി ബിംബം എന്നുള്ള. അപ്പോൾ ദേവീ സങ്കല്പമാണ് അത്. തെരണ്ട് ഇരിക്കുമ്പോൾ, അതായത് ഋതുവായാല്, പിന്നെ ഈ മറ്റേ തെരണ്ടുകുളി പാട്ട്, ബ്രാഹ്മണിയം പാട്ട്, അതിനും ഇതൊക്കെ വേണം, വാൽക്കണ്ണാടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ അയിരൂണ്, വേളി, പിന്നെ തിരുവാതിര, അങ്ങനെ മംഗല്യ പ്രാധാന്യമുള്ള കർമ്മങ്ങൾക്കൊക്കെ ഈ വാൽക്കണ്ണാടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വാൽക്കണ്ണാടി പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേവീ സങ്കല്പം എന്നുള്ളതാണ്. അതുകൂടാതെ പണ്ടൊക്കെ വാൽക്കണ്ണാടി നോക്കാനും 4-ാം ദിവസമൊക്കെ വരെ ആ കുട്ടി തന്നെ ഇരിക്കുക. അപ്പോൾ ഒന്ന് നോക്കാനും, തരണ്ടിരിക്കുമ്പോഴും അതെ ഭംഗി നോക്കാനും പാകത്തിനാണ് പണ്ടത്തെ വാൽക്കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നുമല്ല. എന്നാലും അത് നിലത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ദേവീ സങ്കല്പം പാർവതിയുടെ സങ്കല്പമായിരിക്കാം, അല്ലെങ്കിൽ സരസ്വതിയുടെ സങ്കല്പം, അങ്ങനെ ആ ദേവിയുടെ ഒരു സങ്കല്പമാണ്. പിന്നെ അയിനൂണിന്റെ അന്ന് നമ്മൾ ഇല്ലത്തെ തന്നെ കണ്ണാടി ആണ് കൊടുക്കുക. അത് കഴിഞ്ഞ് വേളിയാവുമ്പോൾ, വേളിയുടെ ദിവസം ക്രിയയുടെ ഇടയിൽ അമ്മ വാൽക്കണ്ണാടി പുതിയത് കൊടുക്കും, പഴയത് വാങ്ങും. അപ്പോൾ പുതിയ ഇല്ലത്തേക്ക് പോകുമ്പോൾ പുതിയ വാൽക്കണ്ണാടിയുമായിട്ട് പോവുക എന്നുള്ള സങ്കല്പം. അപ്പോൾ ഒരു ദേവീ സങ്കല്പമാണ് എന്നൊന്ന്. പിന്നെന്താ, അങ്ങനെ അതുകൊണ്ട് തന്നെ നിലത്ത് വെക്കാൻ പാടില്ല എന്ന് പറയും. എപ്പോഴും കയ്യിൽ വെച്ച് ഇരിക്കണം എന്നൊക്കെയുള്ള ഒരറിവ് പറയുന്നു മാത്രം. ഇനി കുടിവെപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നല്ല സമയം നോക്കി ഇന്ന നേരത്ത് കുടിവെപ്പ് എന്ന് പറയില്ല. ആ സമയത്ത് കുട്ടിയുടെ കയ്യിൽ അപ്പോഴും വാൽക്കണ്ണാടി ഉണ്ടാവണം. അങ്ങനെ വരനും വധുവും കൂടി വരന്റെ ഗൃഹത്തിലേക്ക് കയറുന്ന സമയത്ത് വരൻ ആദ്യം കയറും, വലതുകാല് വെച്ച് കയറും. വധുവിൻ്റെ കയ്യിൽ പുറത്ത് കിടന്ന് അമ്മ കൈക്കുടന്നയിൽ നിറച്ച് അരി കൊടുക്കും. 2-3 പ്രാവശ്യമായിട്ട് കൈ നിറച്ച് അരി കൊടുക്കും. അരി കൊടുത്ത് അമ്മയും അകത്തേക്ക് കയറും. അങ്ങനെ അകത്ത് എന്നിട്ട് വാതിലടയ്ക്കും. വരനും കടന്നു കഴിഞ്ഞാൽ വാതിലടച്ച്, പിന്നെ വധു വലത്തെ കാല് കൊണ്ട് ചവിട്ടി തുറന്ന് വാതിൽ തുറന്ന് 2 വട്ടത്തിൽ അരിമാവോണ്ട് അണിഞ്ഞിട്ട് വലത് കൈയിൽ വെക്കുന്നിടത്ത് നെല്ലും, ആ വട്ടത്തിലുള്ളതിൽ നെല്ല് പരത്തി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇടത് കാല് വെക്കുന്ന സ്ഥലത്ത് അരിയും, ഉണക്കല്ലരിയാണ് പതിവ്. അങ്ങനെ വലത് കാല് നെല്ലിലും ഇടത് കാല് അരിയിലും ചവിട്ടിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഒപ്പമുള്ളവരും ആ കുട്ടിയുടെ ബന്ധുക്കളും അവരെല്ലാവരും കൂടി നടുമുറ്റത്ത് കുടിവെപ്പിന് ഒരുക്കി വെച്ച സ്ഥലത്ത് അവരോടൊപ്പം ഇറങ്ങി ഈ വധുവിൻ്റെ ഒപ്പം വന്നവരെ കണ്ണാടി പൈക്കുറ നടുമുറ്റത്ത് വെച്ചതിന് ശേഷം അവിടെ വരന്റെ ഗൃഹത്തിൽ ഒരുക്കി വെച്ച അവിടുത്തെ 3 കൂടി അവിടെ വെച്ചിട്ടുള്ള ഒരുക്കത്തിൽ നിന്ന് 3 കൂട്ടി അവര് കയറും. അതിന് ശേഷം പിന്നെ ആ ഇല്ലത്തെ വരന്റെ ബന്ധുക്കളും അവരൊക്കെ ഈ കുട്ടിയെ ആന്തോളത്തിൽ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ആന്തോളത്തിലിരുത്തി ആന്തോളത്തിൽ പലക അണിഞ്ഞ് വെക്കുകയാണ് ചെയ്യുക. പിന്നെ അമ്മയ്ക്ക് നേദിക്കാനുമായിട്ട് ഇടതുഭാഗത്ത് ഒരു പലക, 2 പലക അണിഞ്ഞിട്ടുണ്ടാവും. അവിടെ വലതുഭാഗത്ത് ആന്തോളത്തിൽ വെച്ചിട്ടുള്ള പലകയിൽ ഈ കുട്ടിയെ ഇരുത്തും. എന്നിട്ട് മുൻപിലായിട്ട് ഒരു നാക്കിൽ വെച്ചിട്ടുണ്ടാവും. അതിൽ ഈ കയ്യിലത്തെ അരി ചൊരിയാണ്. അത് കഴിഞ്ഞ് കുട്ടിയുടെ പിന്നെ കറുകമാല ചൂടിക്കുക,
കൂട്ടി അത് കഴിഞ്ഞാൽ പിന്നെ വരന് അവിടെ അത്ര പാർട്ടില്ല, വരന് എണീറ്റ് പോവാം. പിന്നെ ഈ കുട്ടിയെ മാത്രമാണ് പിന്നീട് കുറച്ച് നേരത്തേക്ക് വരന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും കൂടി പ്രദക്ഷിണം വെച്ച് കുട്ടിയെ ആന്തോളത്തിലിരുത്തിയതിന് ശേഷം പിന്നെ ബന്ധുക്കള് ഇവരൊക്കെ കൂടി കണ്ണെഴുതിക്കുക. പെങ്ങന്മാരോ ഇവരൊക്കെയാണ് സാധാരണ കണ്ണാടി പൈക്കുറയെന്ന്. കണ്ണാടി പൈക്കുറയിലെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു തുണി കൊണ്ട്, കൂറ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പട്ടുകൊണ്ടുള്ളതാവാം, അല്ലെങ്കിൽ കോടി വസ്ത്രം കൊണ്ട് മടക്കി തയ്ച്ചതാവാം. അങ്ങനെ ഒരു തുണി കൊണ്ട് ഉണ്ടാക്കിയ ഒരു 2 കള്ളിയോ 3 കള്ളിയുള്ള ഒരു ഇത് തയ്യാറാക്കി അതില് ഒരു 25ഓ 50ഓ കറുകമാല കെട്ടി വെക്കാറുണ്ട്. പിന്നെ വെറ്റില, അടയ്ക്ക, കളിയടയ്ക്കയാണ് സാധാരണ പതിവ്. പിന്നെ പൊതിയടയ്ക്കും വേണമെങ്കിൽ വെക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞള്, പച്ചമഞ്ഞള്, പിന്നെ വിത്തുകള്, അതായത് അവണക്കിൻ കുരു, മറ്റേ പൂക്കളുടെ വിത്തുകള്, ധാന്യം, അങ്ങനെ വിത്തുകളൊക്കെ ചെപ്പിലാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇതിലത്തെ ഒരുക്കങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളതൊക്കെ അഷ്ടമംഗല്യത്തിലത്തെ സാധനങ്ങളാണ്. വാൽക്കണ്ണാടി ഒരെണ്ണം വെക്കും, ചന്ദനമുട്ടി, പിന്നെ ചെപ്പുകള്, അരിയും നെല്ലും വെക്കാനുള്ള ചെപ്പുകൾ ഉണ്ടാവും, കൺമഷി ചെപ്പ്, പിന്നെ ചാന്ത്, കോടി അലക്കിയ ഒരു വസ്ത്രം ഉണ്ടാവും, ഗ്രന്ഥം, പിന്നെന്താ, പിന്നെ അങ്ങനെ പിന്നെ അതിനെ പണ്ടൊക്കെ ഒരു കിണ്ണം, ചെമ്പ് കിണ്ണാണ് വെച്ചിരുന്നത്. അത് സാധാരണ 4 ദിവസമുള്ള ക്രിയകൾക്കൊക്കെ 4-ാം ദിവസം നമ്പൂരിക്ക് പാക്കഞ്ഞി കഴിക്കാനാണ് അത്രേ ഈ കിണ്ണം വെക്കണത്. അപ്പോൾ പിന്നീട് ചെമ്പ് കിണ്ണൊക്കെ മാറ്റി സ്റ്റീൽ പ്ലേറ്റ് ആയി തുടങ്ങി. ഇപ്പൊ പിന്നെ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നീട് ഇത് അഷ്ടമംഗല്യാണല്ലോ, ഇതിലെ അഷ്ടമംഗലത്തെ സാധനങ്ങളാണ് ഇതിലൊക്കെ ഒരുക്കണത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും അത് പൂപ്പാലികയായിട്ട് ഇപ്പൊക്കെ അങ്ങനെ വേണമെങ്കിൽ ആവാം. ഈ സ്റ്റീൽ പ്ലേറ്റ് ഒഴിവാക്കി പൂപ്പാലിക തന്നെ. അപ്പൊ എന്താ വെച്ചാൽ അഷ്ടമംഗല്യം ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അഷ്ടമംഗല്യം സെറ്റ് ചെയ്യാനും പറ്റും. ആ തരത്തില് കിണ്ണം ഒഴിവാക്കി പൂപ്പാലികയില് ഒരു പൂപ്പാലികയും അതിന് വെക്കാം എന്നർത്ഥം. അങ്ങനെ ആ കണ്ണാടി പൈക്കുര എന്ന നടുമുറ്റത്ത് ഉള്ള മറ്റു മംഗല്യ സ്ത്രീകളൊക്കെ കൂടി, അതായത് പെങ്ങന്മാര് അവരെല്ലാവരും കൂടി മറ്റ് മംഗല്യ സ്ത്രീകളെ കൂടി കണ്ണാടി പൈക്കുര എന്ന കൺമഷി, പിന്നെ ചാന്തെടുക്കില്ല, കൺമഷി, പിന്നെ ഇതൊക്കെ കുറിയിടിക്കുക, ചന്ദനം കുറിയിടിക്കുക, പിന്നെ മാല ചൂടിക്കുക കുട്ടിയെ, പിന്നെ എല്ലാവരും കറുകമാല ചൂടുകയും ചെയ്യാം. അങ്ങനെ കുട്ടിയെ അണിഞ്ഞു എല്ലാം കണ്ണെഴുതി കുറിയിടിച്ച് അതിന് ശേഷം അമ്മ പിന്നെ ഇത് ഗണപതി, ശിവൻ, ശ്രീപാർവതി എന്നിവർക്ക്. അപ്പൊ അതിൻ്റെ ഇടയിൽ തന്നെ പൊന്നണിയിക്കാനുള്ള താലിയോ ചെറുതാലിയോ എന്താ വെച്ചാൽ അത് ഈ ശിവനോ ശ്രീപാർവതി അവിടെ പീഠത്തിൽ വെക്കാം. ഇപ്പോൾ ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ ചാർത്താൻ ഉള്ളത് വെക്കാറുണ്ട്. അങ്ങനെ ഗണപതിക്ക്, ശിവനും ശ്രീപാർവതിക്കും നേദിപ്പിക്കും. അത് കഴിഞ്ഞ് വധുവിനെ കൊണ്ട് കൈക്കുടന്നയിൽ പൂവ് ചാർത്തിപ്പിക്കാറുണ്ട്. അതിനുശേഷം കുട്ടിയെ എഴുന്നേൽപ്പിച്ച് 3 തവണ ഇങ്ങനെ അരി, ആ നാക്കിലയില് അരി ചൊരിഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ കണ്ണാടി പൈക്കുരയിലത്തെ അരിയും കൂടി അതിൽ ഇട്ടതിന് ശേഷം കുട്ടിയെ എണീപ്പിച്ച് എല്ലാവരും കൂടി കുട്ടിയുടെ കയ്യിൽ അരിയിട്ട് കൊടുത്ത് അങ്ങനെ ഇതിൻ്റെ മംഗളം ലോകനാഥ എന്നുണ്ടല്ലോ, അങ്ങനെ സ്വയംവരപ്പാട്ടുകൾ പാടി കുട്ടിയെ മുല്ലയ്ക്ക് നനപ്പിക്കുക. ഇപ്പൊക്കെ എന്താ വെച്ചാൽ അവിടെ തന്നെ ഒരു ചട്ടിയിൽ മുല്ലയുടെ ഒരു കൊമ്പ് കുഴിച്ച് ഇങ്ങനെ ഇടും. അപ്പം അതിൻ്റെ അവിടെ ഒരു നാക്കിലയും വെക്കുക. നാക്കില വെച്ച് ഈ അരി ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും അരി ഇട്ട് കൊടുത്ത് ആ കുട്ടി മുല്ലത്തറയുടെ അടുത്തുള്ള നാക്കിലയിൽ അരി ചൊരിഞ്ഞതിന് ശേഷം മുല്ലയ്ക്ക് നനയ്ക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഒക്കെ വായ്ക്കുരവ് ഇടാം. അതോടൊപ്പം തന്നെ സ്വയംവരപ്പാട്ട് മംഗളം ലോകനാഥയാണ് പാടാറുള്ളത്. അങ്ങനെ 3 തവണ ഈ നാക്കിലയിൽ അരി ചൊരിയുകയും
മുല്ലയ്ക്ക് നനപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ പാട്ട് കഴിയുന്നവരെ 3 പ്രാവശ്യം കൊണ്ട് അത് ആ ചടങ്ങ് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞാൽ വരൻ്റെ വലത്തു ഭാഗത്തായിട്ട് ആന്തോളത്തിൻ്റെ ഭാഗത്ത് തന്നെ കുട്ടിയെ ഇരുത്തും, ഇടതു ഭാഗത്ത് വരനും വന്നിരിക്കും. അതിന് ശേഷം പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണ്. അങ്ങനെ ബന്ധുക്കളും അമ്മയും എല്ലാ ബന്ധുക്കളും വയസ്സായ അമ്മമാർക്ക് എല്ലാവർക്കും കൊടുക്കാം, പാലും പഴവും കൊടുക്കും. അത് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ സഹോദരി പുത്രനെ കൊണ്ട് മടിയിലിരുത്തി അമ്മായി എന്ന് വിളിപ്പിച്ച് അപ്പം കൊടുക്കുന്ന ചടങ്ങാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞാൽ പിന്നെ സഹോദരിമാരാണ്, അതായത് വരൻ്റെ സഹോദരിമാരാണ് നടുമുറ്റത്തുനിന്ന് കിഴക്കേ ഭാഗത്ത് കൂടെയാണ് ആ കുട്ടിയെ കയറ്റേണ്ടത്. അപ്പൊ കിഴക്ക് ഭാഗത്തായിട്ട്, നടുമുറ്റത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഈ പറയലത്തെ നെല്ല് കുറച്ച് ചൊരിഞ്ഞതിന് ശേഷം അതിൽ ഈ കുട്ടിയെ ചവിട്ടിയിട്ട് പൊക്കി, പെങ്ങന്മാരാണ്, പൊക്കി നടുമുറ്റത്ത് നിന്ന് പൊക്കി കിഴക്കോട്ട് കയറ്റുക എന്നുള്ള സങ്കല്പത്തിൽ, നടുമുറ്റില്ലെങ്കിലും ആ ഒരു സങ്കല്പത്തിൽ പൊക്കി എടുക്കുക എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യാറുണ്ട്. അതിനുശേഷം കാടിക്കുടത്തിൽ അരിയിടുക എന്നുള്ളത്, അത് 4-ാം ദിവസം ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ പിന്നെ ആ ചടങ്ങും ചെയ്യാറുണ്ട്. അത് 2 തരത്തിലും കണ്ടിട്ടുണ്ട്. അവിടെ അണിഞ്ഞിട്ട് അതിലൊരു കുടം പൊട്ടൊക്കെ കുത്തി അങ്ങനെ വെക്കും, ഒരു നിലവിളക്കും. എന്നിട്ട് കുട്ടിയെ കൊണ്ട് മംഗല്യ സ്ത്രീകളും എല്ലാവരും കൂടി കുട്ടിയെ കൊണ്ട് അരി ഇടിയിപ്പിച്ച് എപ്പോഴും വൽക്കണ്ണാടി കൈ പിടിക്കണം. അങ്ങനെ അരി ഇടിയിച്ച് മറ്റെല്ലാവരും കയ്യിൽ അരി ഇട്ട് കൊടുത്ത് ആ കുട്ടിയെ കൊണ്ട് ഇടിയിപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ 3 പ്രദക്ഷിണം വെക്കുന്ന രീതിയിലും ഉണ്ട്. അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും കൂടി മംഗല്യസ്ത്രീകളൊക്കെ 3 കൂട്ടി അവിടെ ഇരുന്ന് എല്ലാവരും അരിയിട്ട് കൊടുത്ത് അങ്ങനെ കുടത്തിൽ അരിയിട്ട് നനച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 തരത്തിലും ദേശ സമ്പ്രദായങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ 2 രീതിയിലും കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ 3 പ്രദക്ഷിണം വെച്ചിട്ട്, ഞങ്ങളെ ഇവിടെയൊക്കെ അങ്ങനെയാ പതിവ്, 3 പ്രദക്ഷിണം വെച്ച് വന്ന് അതിന് ശേഷം 3 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്വയംവരപ്പാട്ട് പാടി കളിക്കലുണ്ട്. അങ്ങനെ ആ ചടങ്ങും കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നുള്ളതാണ്. ആ വിത്ത് നടണേന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കണ്ണാടിപ്പക്കറയിൽ കൊണ്ടുവന്നിട്ടുള്ള വിത്തുകൾ, മഞ്ഞള്, പിന്നെ അവണക്കിൻകുരു, പിന്നെ മന്ദാരത്തിന്റെയോ ഒക്കെ വിത്തുകൾ ഉണ്ടാവും. അത് 2 സങ്കല്പമായിട്ട് പറയും. ഒന്ന് സന്തതിയുടെ സങ്കല്പം എന്നുള്ളത് ഉണ്ടായിരിക്കണം, പിന്നെ പൂജാ പുഷ്പങ്ങള് അല്ലെങ്കിൽ ഉത്തമ വൃക്ഷത്തിന്റെ താഴെയായിട്ട് ഈ വിത്തുകൾ നടിയിപ്പിക്കാം. അപ്പൊ അഷ്ടമംഗല്യം വേണം, തൊരട് വിളക്കാവാം. ഇതൊക്കെ ആയിട്ട് മംഗല്യസ്ത്രീകൾ പോയി അവിടെ മുല്ലത്തറയാണെങ്കിൽ അതിൽ മതി. അങ്ങനെ കുട്ടിയെ കൊണ്ട് ആദ്യം നനപ്പിച്ച് ഇത് കണ്ണാടി വെച്ചിട്ട് തന്നെയാണ്, കണ്ണാടി കയ്യിൽ വേണം. അങ്ങനെ ഒന്ന് കുഴിച്ച് വിത്ത് ഇട്ട് മൂടി അത് കുട്ടിയെ കൊണ്ട് നനപ്പിക്കണം. 3 പ്രാവശ്യം ഇതുപോലെ പ്രദക്ഷിണം വെച്ച് 3 പ്രാവശ്യമായിട്ട് വിത്തുകളൊക്കെ നനയ്ക്കുക എന്നുള്ള സങ്കല്പമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മുല്ലത്തറയിലാണെങ്കിൽ ഈ മുല്ല നനച്ച മുല്ലയും പിന്നീട് ആ മുല്ലത്തറയിൽ നടിയിപ്പിക്കാറുണ്ട്. എന്നുവെച്ചാൽ മുല്ല നശിച്ചാൽ ഇല്ലം നശിക്കും എന്നാണ് പറയുക. അപ്പോൾ ആ കുട്ടി കൊണ്ടുവന്ന് നനച്ച ആ മുല്ല എന്നും നിലനിൽക്കണം എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം. മുല്ല ഒരിക്കലും നശിക്കരുത്, ആ കമ്പ് അത് എന്നും വെള്ളമൊഴിക്കുകയും വേണം. അങ്ങനെ അത് നനച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയും ചെറിയ സ്വയംവര പാട്ടുകൾ പാടി അവിടെ നിന്ന് കളിക്കാറുണ്ട്, കുട്ടിയും കളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുടിവെപ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കൈകൊട്ടിക്കളിയാവാം. പിന്നെ അത്യാവശ്യം ചടങ്ങുകളൊക്കെ, ഇപ്പോൾ കുടിവെപ്പിൻ്റെ ചടങ്ങുകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു. ഇത് തന്നെ ഇത്രയും വിസ്തരിച്ചാണോ ചെയ്യാറെന്ന് വെച്ചാൽ നിശ്ചല. കാരണം 1-2 പ്രാവശ്യം എനിക്ക് സ്വന്തമായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം അറിയണ ഞാൻ ഓരോന്നും ചെയ്യാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ.
അപ്പോ എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. അടുത്ത് തന്നെ എൻ്റെ ഇല്ലത്തൊരു തറവാട്ടിലൊരു വേളി ഭാവിക്കുകയാണ്. അപ്പൊ വിസ്തരിച്ചതൊരു ഇത് കിട്ടിയത് വളരെ സന്തോഷമായി. അതിനെന്തായാലും രണ്ടുപേർക്കും വളരെ നമ്മുടെ വെബിനാറ് ഒരു എന്താ പറയാ ഒരു കൺക്ലൂഷനിലേക്ക് എന്തായാലും വളരെ ഭംഗിയായിട്ട് എത്തിച്ചതിന് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അതിന്റെ മുൻകൈ എടുത്തതെന്നുള്ള ഒരു സംശയമില്ല. വളരെയധികം സന്തോഷം. പിന്നെ ഇതിന്റെ ഭാഗമാക്കാൻ ഞങ്ങളെയൊക്കെ ഇതിലേക്ക് ആനയിച്ച എല്ലാവർക്കും നന്ദി.